നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ഗസയിൽ യുദ്ധം അവസാനിക്കുന്നില്ല. നിരപരാധികളായ നിരവധി ജീവനുകളെയാണ് നെതന്യാഹു വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഗസയിലേക്കുള്ള ആക്രമണം കടുപ്പിക്കും എന്നു തന്നെയാണ് നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിൽ എമ്പാടും മരണത്തിന്റെ കൂട്ടമണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും ഇസ്രയേലിന് വലിയ തിരിച്ചടികൾ കിട്ടുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. 24 മണിക്കൂറിനിടെ ഇസ്രയേലിലേക്ക് ഹൂത്തികളുടെ 3 ആക്രമണങ്ങൾ നടന്നു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത്. തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ മാത്രം വെടിനിർത്തൽ അംഗീകരിക്കാമെന്നാണ് നെതന്യാഹു ഇപ്പോഴും പറയുന്നത്. എന്നാൽ മറുവശത്ത് ഇസ്രയേൽ ഇപ്പോൾ പല പ്രതിസന്ധികളും നേരിടുന്നുമുണ്ട്. അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ ഇനി എളുപ്പമാക്കി നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രയേലിന് നിലവിലുള്ളത്. പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ എടുക്കുന്ന അതിതീവ്രമായ നിലപാട് കടുപ്പിച്ചതോടെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയില്ല എന്ന് അമേരിക്ക വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ട്രംപിന് പല റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ പശ്ചിമേഷ്യൻ മണ്ണിൽ ഉള്ളതുകൊണ്ടാണ്. ട്രംപ് സന്ദർശനം നടത്തിയ ഖത്തർ, UAE, സൗദി എന്നിവിടങ്ങളിൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് ട്രംപ് ഒന്നും പറഞ്ഞില്ല. ഗസ നരകമാക്കുമെന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇവിടെ മൗനം പാലിക്കുന്നത് എന്ന് വേണം ഓർക്കാൻ. ട്രംപ് ഭരണത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ നിരവധി ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഗസയെ തകർക്കാനായി ഇസ്രയേലിന് നൽകിയതാണ്. എന്നാൽ അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അന്ത്യം കണ്ടിരിക്കുന്നത്. കാരണം 18 മാസക്കാലത്തോളം ഒരു പ്രദേശത്തെ കീഴടക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിട്ടും ഇസ്രയേൽ അവിടെ പരാജയപ്പെട്ടു എന്ന് ട്രംപ് ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രയേലുമായുള്ള ബന്ധം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ പ്രതിനിധികൾ എത്തിയിരുന്നു അപ്പോഴൊക്കെ ഇസ്രയേലിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, 2 തവണ നെതന്യാഹുവും ട്രംപും വൈറ്റ് ഹൗസിൽ എത്തിയപ്പോഴും അവർ ചർച്ച ചെയ്തിരുന്നത് ഇറാനെ പറ്റി തന്നെയായിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ബോംബുകൾ തങ്ങൾക്ക് തരണമെന്ന ആവശ്യവുമായാണ് നെതന്യാഹു ട്രംപിന്റെ മുന്നിലെത്തിയത്. ഇറാനെ തകർക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം ഇസ്രയേലിന് കൂടിയേ തീരൂ. പക്ഷെ ഇറാന് തകർക്കുമെന്ന് വെല്ലുവിളിച്ച അതേ ട്രംപ് തന്നെ പിന്നീട് ഇറാനുമായി ഒരു കരാറിലേക്ക് എത്താൻ കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. ഇറാനും അമേരിക്കയുമായി ഒരു കരാറിൽ എത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പ്രഹരമായി മാറുന്നത് ഇസ്രയേലിന് തന്നെയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇല്ലെങ്കിൽ ഒരു വലിയ യുദ്ധവും നടക്കുകയില്ല. കാരണം യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിലെ തുറമുഖങ്ങളെല്ലാം അടക്കപ്പെടുകയും ഇസ്രയേലിലെ വ്യവസായ മേഖലകൾ അനിശ്ചിതത്വത്തിൽ ആവുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ആഭ്യന്തര സംഘർഷവും ആഭ്യന്തരമായ കലാപവും ഇസ്രയേലിനെ വിടാതെ പിന്തുടരുക തന്നെയാണ്. എന്തിനു പറയണം, ഇസ്രയേലിലെ ജനങ്ങൾ പോലും നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ അതിനധികം രൂക്ഷമാണ്. ഗസയിലെ യുദ്ധത്തിൽ ഇസ്രയേൽ കേന്ദ്രീകരിക്കുമ്പോൾ ഇസ്രയേലിന്റെ നയതന്ത്രപരമായ ബന്ധങ്ങളിൽ കാര്യമായ പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളും രൂക്ഷമാകുമ്പോഴും ഒരു കൈത്താങ്ങിന് ട്രംപ് പോലും കൂടെയില്ല എന്നത് നെതന്യാഹുവിന്റെ തന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന് അറബ് രാജ്യങ്ങളുമായി ഒരു ചങ്ങാത്തം ഉണ്ടാകണമെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യമായ പലസ്തീൻ എന്ന വിഷയത്തെ തങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെ ഇസ്രയേലിന് പിന്തുണ നൽകിയത് കൊണ്ട് ട്രംപിന് ഒന്നും ലഭിക്കാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത്. പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തെയാണ്. അമേരിക്ക കൂടി അറബ് രാഷ്ട്രങ്ങളുടെ കൂടെ ആയതോടെ കാര്യങ്ങൾ ആ വഴിക്ക് പോകാനുള്ള സാധ്യതയും ഇപ്പോൾ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് ട്രംപിന്റെ നിലപാടുകൾ സൂചിപ്പിക്കുന്നതും. ഇതോടെ നെതന്യാഹുവിന്റെ കാര്യം കട്ടപ്പുകയായിരിക്കുകയാണെന്നതിൽ സംശയമൊന്നുമില്ല.